അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാന്റെ വൃത്തികെട്ട കളി. The soul of royal art, Kairali Jewelers. താലിബാന്റെ തുറന്ന ഭീഷണി അതിർത്തിക്കപ്പുറം പുതിയ സംഘർഷത്തിന് വഴിയൊരുക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും പാകിസ്ഥാനെതിരെ രൂക്ഷ ആരോപണങ്ങളുമായി താലിബാൻ രംഗത്ത് വന്നിട്ടുണ്ട്. രാജ്യത്ത് ആഭ്യന്തര യുദ്ധത്തിന് പാകിസ്ഥാൻ സൈന്യം പ്രേരണ നൽകുകയാണ് എന്നും അതുമാത്രമല്ല ബദാഖ്ഷിൽ പ്രവിശ്യയിൽ താലിബാനെതിരെ നടക്കുന്ന സായുധ പോരാട്ടത്തിൽ പാകിസ്ഥാൻ സൈനികൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നും താലിബാൻ വക്താവ് ഇവിടെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ ആഭ്യന്തര രാഷ്ട്രീയ സുരക്ഷാ സംവിധാനത്തിൽ ഇടപെടാനുള്ള പാകിസ്ഥാന്റെ ശ്രമത്തെയാണ് താലിബാൻ, അതായത് ഈ ഒരു ശ്രമമായിട്ടാണ് താലിബാൻ ഇതിനെ കാണുന്നത്. അതേസമയം പാകിസ്ഥാനെതിരെ കൂടുതൽ കടുത്ത മുന്നറിയിപ്പുകൾ താലിബാൻ മന്ത്രിയും ഇവിടെ ആരോപിച്ചിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങിയിരുന്ന അഫ്ഗാനിസ്ഥാൻ ഇനി പാകിസ്ഥാന്റെ നിയന്ത്രണവും അംഗീകരിക്കില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. അഫ്ഗാനിസ്ഥാനെതിരെ ആക്രമണാത്മക നടപടികൾ തുടർന്നാൽ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും റഷ്യയും അമേരിക്കയും അഫ്ഗാൻ നൽകിയ മറുപടിക്ക് സമാനമായിരിക്കും ഈ ഒരു കാര്യമെന്ന മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രവിശ്യയിൽ താലിബാൻ ഭരണത്തിനെതിരെ സായുധ പ്രതിരോധം ശക്തമാക്കുന്നതിനിടയിലാണ് ഈ ആരോപണങ്ങളും മുന്നറിയിപ്പുകളും ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള ബന്ധം ഇതിനകം തന്നെ അതിർത്തി സുരക്ഷ, തീവ്രവാദം, അഭയാർത്ഥി പ്രവേശം തുടങ്ങിയ വിഷയങ്ങളിൽ കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ സായുധ സംഘർഷത്തിൽ പാകിസ്ഥാൻ സൈന്യം ഇടപെടുന്നുവെന്ന താലിബാന്റെ ആരോപണം സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര കലാപത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ഇടപെടൽ ഉണ്ടോ എന്ന ചോദ്യം പോലും ഉയരുന്നുണ്ട്. അതുമാത്രമല്ല ഇതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിർത്തിക്കപ്പുറത്തെ ഇടപെടലിനെതിരെ തന്നെ ഇനി മൗനം പാലിക്കുന്ന ശക്തമായ സന്ദേശമാണ് താലിബാൻ നൽകുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ബദാഖ്ഷൻ സംഘർഷം കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ അത് പല മേഖലകളിലും താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കും എന്ന് തന്നെയാണ് ഇവിടെ പ്രധാന ഒരു ചോദ്യമായി തന്നെ ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല താലിബാൻ ആകട്ടെ തുറന്ന വെല്ലുവിളിയാണ് ഇതിനോടൊപ്പം തന്നെ നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ അടിമത്തം അംഗീകരിക്കാനാവില്ല എന്ന് താലിബാൻ ഇവിടെ ഉറപ്പിച്ചു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. TTP തീവ്രവാദികളെ ചൊല്ലിക്കൊണ്ട് പാകിസ്ഥാനും താലിബാനും തമ്മിൽ അതിരൂക്ഷമായ സംഘർഷമാണ് നടക്കുന്നത്. ഇന്ത്യയും താലിബാൻ സർക്കാരും തമ്മിലുള്ള ബന്ധത്തെയും പാകിസ്ഥാൻ എതിർക്കുന്നുണ്ട്. താലിബാൻ സർക്കാർ തങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാനോടുള്ള ഈ ഒരു വിധേയത്വം താലിബാൻ അംഗീകരിക്കുന്നില്ല. അതേസമയം പാകിസ്ഥാനെതിരെ കൂടുതൽ കടുത്ത മുന്നറിയിപ്പുമായി താലിബാൻ മന്ത്രി അബ്ദുൽ ലത്തീഫ് മൻസൂറും രംഗത്തെത്തിയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങാതിരുന്നുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഇനി പാകിസ്ഥാന്റെ നിയന്ത്രണവും അംഗീകരിക്കില്ല എന്നതാണ് ഇവിടെ പ്രഖ്യാപനമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. അഫ്ഗാനിസ്ഥാനിലെ ആഭ്യന്തര കലാപത്തിന് പിന്നിൽ പാകിസ്ഥാന്റെ ഇടപെടലാണോ? താലിബാൻ നേരിട്ട് പാകിസ്ഥാനെതിരെ തിരിയുന്നതോടുകൂടി തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇവിടെ കൂടുതലായി തന്നെ ഉയരുന്നുണ്ട്. അതിർത്തിക്കപ്പുറത്തെ ഇടപെടലിനെതിരെ ഇനി മൗനം പാലിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് താലിബാൻ നൽകുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ബദാഖ്ഷൻ സംഘർഷം കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ അത് താലിബാനെയും പാകിസ്ഥാനെയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴി തുറക്കുമോ എന്നത് ഇവിടെ പ്രധാന കാര്യമാകുന്നു. പാകിസ്ഥാനെതിരെ താലിബാന്റെ തുറന്ന വെല്ലുവിളി വരികയും ഇത് കാട്ടുതീ പോലെ പടരുകയും ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാൻ പാക് ബന്ധം പുതിയ അപകടഘട്ടത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണ്. അതുമാത്രമല്ല പാകിസ്ഥാന്റെ അടിമത്തം ഒരിക്കൽ പോലും ഇനി അംഗീകരിക്കാനാകില്ല എന്ന സന്ദേശം കൂടി, അല്ലെങ്കിൽ ഒരു വ്യക്തമായ മുന്നറിയിപ്പ് കൂടി ഇവിടെ താലിബാൻ നൽകുന്നുണ്ട്. TTP തീവ്രവാദികളെ ചൊല്ലി പാകിസ്ഥാനും താലിബാനും തമ്മിൽ സംഘർഷം രൂക്ഷമാണ്. ഇന്ത്യയും താലിബാൻ സർക്കാരും തമ്മിലുള്ള ബന്ധത്തെയും പാകിസ്ഥാൻ എതിർക്കുന്നു. താലിബാൻ സർക്കാർ തങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാകിസ്ഥാനോടുള്ള ഈ വിധേയത്വം താലിബാൻ അംഗീകരിക്കുന്നില്ല. അതേസമയം താലിബാൻ വക്താവ് മുജാഹിദിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായി തന്നെ പാകിസ്ഥാൻ സർക്കാർ ഒരു പ്രസ്താവന ഇറക്കി. താലിബാന്റെ പ്രസ്താവന പാകിസ്ഥാൻ സർക്കാർ നിരസിക്കുകയും ചെയ്തു. അത് മാത്രമല്ല ബദാഖ്ഷിയുമായി ബന്ധപ്പെട്ട കാബൂൾ വിശ്വസനീയമായ ആ ഒരു തെളിവ് പോലും ഹാജരാക്കിയിട്ടില്ല എന്ന പ്രസ്താവന കൂടിയാണ് ഇവിടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഇപ്പോൾ പാകിസ്ഥാനും താലിബാനും തമ്മിലുള്ള സംഘർഷം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയും വീണ്ടും അവിടെ പ്രശ്നങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതയും ഇതിലൂടെ തന്നെ വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.